സാറിന് എന്താ വേണ്ടേ? ഒരു ചായ. കാലിച്ചായ മാത്രം മതിയോ? കഴിക്കാനൊന്നും വേണ്ടേ? കഴിക്കാനൊന്നും നേരമില്ല. 10 മണിക്ക് ഒരിടത്ത് പോകേണ്ടതാ. സാറിന്റെ മുഖം കണ്ടാൽ അറിയാലോ നല്ല വിശപ്പുണ്ടെന്ന്. ഇവിടെ താമസമൊന്നുമില്ല. പെട്ടെന്ന് കിട്ടുന്ന എന്തുണ്ട്? മസാല ദോശ, നെയ് റോസ്റ്റ്, ഊത്തപ്പം, ഉഴുന്നുവട, പപ്പടവട, കാരവട, അപ്പം, ഇടിയപ്പം, മണിപ്പൂട്ട്, ചപ്പാത്തി, പൊറോട്ട, കൊഴുക്കൊട്ട, ആട്, മാട്, പോത്ത്, പന്നി, കടല, കൊടല്. പോരട്ടെ? ഇടിയപ്പവും പോരട്ടെ? ആട്ടിറച്ചി. അത് രണ്ടും നല്ല ചേർച്ചയാ. പക്ഷെ ഇടിയപ്പം പെട്ടെന്ന് മരിച്ചു. പിന്നോണ്ടെന്ന് പറഞ്ഞതോ? പലഹാരങ്ങളുടെ ലിസ്റ്റ് ഒരു താളത്തിൽ പഠിച്ചു വെച്ചിരിക്കുന്നോണ്ട് ഒരെണ്ണം ഒഴിവാക്കി അതിന്റെ ശോഭ പോവില്ലേ? എന്നാ പുട്ടും കട എന്താ? എന്റെ ഈശ്വര, അതും ഇല്ലേ? ഉണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. ആ, അതെ, ഒരു ചായയും കുടിച്ചിട്ട് കുറെ നേരമായില്ല സൊള്ളാൻ തുടങ്ങിയിട്ട്. ഇത് കോളേജൊന്നല്ല, ഹോട്ടലാ. എനിക്ക് ആ ഇണക്കിളിയിൽ വന്നിരിക്കുന്നു. എന്നെ കാട്ടാളിനാക്കല്ലേ. എന്താ വടയോ? വട ഞാൻ ചോദിച്ചില്ലല്ലോ. പുട്ട് കുറ്റിയിൽ തള്ളി ഇറക്കാൻ യൂണിയനിൽ നിന്ന് 2 ആളെ വിളിക്കാൻ പോയിരിക്കുക. യൂണിയൻകാർ തമ്മിൽ ഭയങ്കര വഴക്കല്ലേ? അത് അവരുടെ അവകാശമല്ലേ? സാറ് വട കഴിച്ചാട്ടെ. യൂണിയൻകാർ ഞാൻ ശരിയാക്കി തരാം. ഒരു കടി തരട്ടെ? അല്ല, കടിക്കാൻ എന്തെങ്കിലും തരട്ടെ എന്ന്. വേണ്ട, ചായ മാത്രം മതി. എന്നാ പിന്നെ കുടലെടുക്കട്ടെ? ഒന്നും വേണ്ടാന്ന് പറഞ്ഞോണ്ട് ഞാൻ കുടലെടുക്കുന്നു. അയ്യോ, ഇവിടെ നല്ല ഒന്നാന്തര ആടിന്റെ കുടല് കറി ഉണ്ടെന്ന് അത് എടുക്കട്ടെ എന്ന്. അത്രേ ഉള്ളു. അത് പേടിച്ചു. ഇഡലി അപ്പഴി മണ്ണല്ല ചേട്ടാ, അത് കല്ല. അരി കിടന്ന കല്ല്. അത് ആട്ടിയപ്പോ പടിഞ്ഞ് മണ്ണായതാ. മണ്ണല്ലാണ്ട് പിന്നെ സ്വർണ്ണോട്ട് കൊടുക്കാൻ മോലാവോ? നിങ്ങളുടെ ആ സപ്ലയർ ആള് കൊള്ളാലോ. ഒരു ചായ കുടിക്കാൻ കയറി എന്നെ കൊണ്ടേ 32 രൂപയ്ക്ക് അയാൾ തിരിച്ചു. ഇങ്ങനെ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടു പോയേനെ. എനിക്കുണ്ടേ ചെറിയൊരു ഹോട്ടല്. ഇവിടുന്ന് പറഞ്ഞോടാ ഞാൻ തയ്യാറാ. പക്ഷെ അയാൾ പോകുന്ന എനിക്ക് തോന്നണില്ല. അത്രയ്ക്ക് ശമ്പളം ഉണ്ടോ ഇവിടെ? ഈ ഹോട്ടലിലെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതേ അങ്ങേരാണ്. ഇതിന്റെ മോലാളി NDR എന്ന ND രാമൻ നായർ. ഇന്നൊരു സപ്ലയർ ഉച്ചവരെ ലീവ് എടുത്തോണ്ട് പുള്ളിക്കാരൻ കയറി നിന്നേ ഉള്ളൂ. പണക്കാരനായെന്ന് വെച്ച് പഴയതൊന്നും മറക്കുന്ന ആളല്ല കക്ഷി. അങ്ങനെയാ വേണ്ടത്. സർക്കാർ ഉദ്യോഗം തെണ്ടി നടക്കുന്ന ചെറുപ്പക്കാരെ അങ്ങേരെ കണ്ടു പഠിക്കട്ടെ. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോ ചേട്ടൻ അഭിമാനം തോന്നുന്നുണ്ടല്ലേ? എന്ന ഒരു സത്യം കൂടി പറയാം. പുള്ളിക്കാരനെ എന്റെ അച്ഛനാ.